ഒരു വീട്ടിൽ കയറിയിട്ട് 24 മണിക്കൂർ പോലും ആയിട്ടില്ല, ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിൽ രണ്ടുപേരല്ല, ആ വീട്ടിലുള്ള ആൾക്കാർ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല, ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല, പേഴ്സണലി ആരാന്നറിയില്ല, ഒരു കാര്യങ്ങളും അറിയാതെ നോമിനേറ്റ് ചെയ്യുക. അത് നോമിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വിചിത്രമാണ്. കേരള സമൂഹത്തിൽ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം, ഒറ്റപ്പെടലായിട്ട് അഭിനയിക്കുക, കുറേ സംസാരിക്കുക, കുറേ കോമഡി പറയുക, ഇതൊക്കെയാണ് ഓരോ ആൾക്കാർക്കും ഓരോരുത്തരും നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം. എവിടത്തെയാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ലേ? ഇന്നത്തെ എപ്പിസോഡിൽ എന്താ നോമിനേഷൻ മാത്രം, ആരാരെ നോമിനേറ്റ് ചെയ്യുന്നു, മത്സരമാണ്, ആരാരെ നോമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡെഫിനറ്റ്ലി ഹൈലൈറ്റ് എന്ന് പറയുന്നത് നോമിനേഷൻ പ്രോസസ്സാണ്. പക്ഷേ ഫസ്റ്റ് വീക്കിലെ നോമിനേഷൻ ഒരു പൊട്ടയാണ്. ഈ നോമിനേഷനിൽ ആരും പുറത്തു പോകാൻ സാധ്യത വളരെ കുറവാണ്. ആദ്യം പോയിട്ടുള്ളത് രതീഷ്, കഴിഞ്ഞ സീസണിൽ രതീഷ് മാത്രമാണ്. കാരണം അയാൾ അത്ര മാത്രം അവിടെ കിടന്ന് വീർപ്പിച്ചുകൊണ്ട് മാത്രം എടുത്ത് കളഞ്ഞാണ്, അല്ലെങ്കിൽ അയാളും അവിടെ കണ്ടിന്യൂ ചെയ്ത് സെക്കൻഡ് വീക്കിൽ പോകാൻ ചാൻസസ് ഉള്ളായിരുന്നു. സോ ഇപ്പോൾ ഫസ്റ്റ് വീക്ക് നോമിനേഷന് വേണ്ടിയിട്ട് ബിഗ് ബോസ് എല്ലാവരും വരും. ബിക്കോസ് എല്ലാവരും വന്നിരിക്കുക, ലിവിങ് റൂമിൽ എല്ലാവരും വന്നിങ്ങനെ ഇരിക്കുകയാണ് സെറ്റിൽ. ബിഗ് ബോസ് ആദ്യം വിളിച്ചു, അനുമോൾ പ്ലീസ് കം ടു ദ സ്റ്റേജ്. അപ്പോഴത്തേക്ക് അനുമോൾ, ഞാനോ ബിഗ് ബോസെ ആദ്യം തന്നെ എന്നെ വിളിക്കുമായിരുന്നു, എനിക്ക് ഒട്ടും താല്പര്യമില്ല ബിഗ് ബോസ് നോമിനേറ്റ് ചെയ്യാൻ. ബിഗ് ബോസ് ഒന്നും വേണ്ടില്ല, കാരണം ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ പുള്ളി വിളിക്കുന്നത്, ഇതൊക്കെ എത്ര നമ്മൾ കണ്ടിരിക്കുന്നത് എന്നുള്ള ആറ്റിറ്റ്യൂഡാണല്ലോ ബിഗ് ബോസിന്. അപ്പോൾ ബിഗ് ബോസ് വരും. അപ്പോൾ അനുമോൾ പോയിട്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന 2 പേരെയാണ്. അതിലൊരാൾ ആരായിരുന്നു? ശൈത്യ, ഐ തിങ്ക് ശൈത്യ, ജെസ്സി നോമിനേറ്റ് ചെയ്തത്. ജെസ്സിയിൽ അനുമോൾസിൽ ഐ തിങ്ക് അനുമോൾ അങ്ങനെ തന്നെയാണ് നോമിനേഷൻ ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പുള്ളിക്കാരി പറയുന്നത് ഇവർ രണ്ടുപേരും ലെസ് എഫേർട്ടാണ്, സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല, അതുകൊണ്ട് പുള്ളിക്കാരി അവർ രണ്ടുപേരും നോമിനേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ജെസ്സിയുടെ കാര്യത്തിൽ, കാരണം പുള്ളിക്കാരി ആ ബാൻഡിനൊക്കെ വേണ്ടിയിട്ട് നല്ല പോലെ എഫേർട്ട് ഇട്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അനുമോളാണ് ഫസ്റ്റ് ഡേയിൽ ഇത്ര എഫേർട്ടൊന്നും ആവശ്യമില്ല, ഞാൻ ഇനി വരുന്ന എപ്പിസോഡ്സിലൊക്കെ ഞാൻ എഫേർട്ട് ഇട്ടുള്ള ഈ എഫേർട്ടിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞാണ് വെറുതെ ഇരുന്നത്. അത് അറിയേണ്ട ഷൂട്ടിംഗ് കഴിച്ചപ്പോൾ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരുന്നു. ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കാരണത്തേക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടിട്ട് അനുമോൾക്ക് നല്ല സങ്കടം വരുന്നുണ്ടായാലും കരഞ്ഞില്ല. ഇവിടെ 2 തുള്ളി കണ്ണുനീര് പോലും അനുമോൾ വരുത്തിച്ചില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ വരിവരിയായി വിളിക്കുകയായിരുന്നു. വിളിച്ചപ്പോൾ നോമിനേഷനിൽ വന്നിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് രേണുസുതി, പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് ശൈത്യക്കാണ് കേട്ടോ, ശൈത്യക്കാണ്. അപ്പോൾ രേണുസുതി, ശൈത്യ, പിന്നെ ഷാരിക, പിന്നെ അനുമോള്, പിന്നെ ജെസ്സിൽ, ഐ തിങ്ക് ജെസ്സിലും ഉണ്ടെന്ന് തോന്നുന്നു, ജെസ്സിൽ ആൻഡ് മുൻഷിയും, ഇവർക്കൊക്കെയാണ് വോട്ട് കിട്ടിയിട്ട് ഏറ്റവും കൂടുതൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിച്ചിങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചു, ഓരോരോ റീസൺ പറഞ്ഞു. അങ്ങനെയൊക്കെ വളരെ കോമഡി ആയിട്ടുള്ള റീസൺ തോന്നിയത് ഡെഫിനറ്റ്ലി നമ്മളുടെ ജെസ്സിലിൻ്റെ ബോഡി ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട് അരോചകമാണെന്ന് തോന്നുന്നു. കേരള സമൂഹത്തിൽ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സിങ്ങാണ് ജെസ്സി. എനിക്ക് തോന്നിയിട്ടില്ല, അവരൊരു ഫാഷൻ ഫീൽഡിലുള്ള ഒരാളാണ്, അപ്പോൾ അവർക്ക് അങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ സേട്ടൻ സീരിയലിലൊക്കെ കേരള സമൂഹത്തെ മാന്യതപ്പെടുത്തുന്ന കാര്യങ്ങളാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ബിഗ് ബോസ് ഒന്നും പുള്ളി കുറച്ച് മാന്യത കൂടി, അവിടെ വെച്ച് പുള്ളിക്കൊണ്ട് മാന്യതയില്ലായിരുന്നു. സീരിയൽ അഭിനയിക്കുമ്പോൾ പുള്ളിക്ക് മാന്യത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ആ ഡ്രസ്സിങ് ആ ഒരു റീസൺ, ഒരു പൊട്ട റീസൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കേട്ടുകൊണ്ട് ഇനി കേരള സമൂഹത്തിലെ ആൾക്കാരെല്ലാം കൂടി വാവും നമ്മുടെ കേരളത്തിലെ മാന്യത ഉയർത്തിക്കാട്ടി മനുഷ്യൻ കരുതി വോട്ട് ചെയ്യണം കരുതി പുള്ളി ചോദിച്ചാണോ അല്ലെ പറഞ്ഞാണോ എന്ന് അറിയില്ല. വാട്ടവർ, അത് അത്ര പൊട്ട റീസൺ ആയിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയത് പെന്നി അവിടെ സംസാരിക്കുന്ന പോലും കേട്ടില്ല, ലൈവിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ഒന്നും കാണാനില്ല, ഒരു ഫോട്ടോ പുള്ളിക്കാരുടെ കണ്ടിട്ടില്ല, ഒന്നും. ആ പുള്ളിക്കാരി പറയുകയാണ്, പുള്ളിക്കാരിയും ശൈത്യം കൂടെ ഒരുമിച്ചാണ് പെറ്റ് സ്പേസ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ബെന്നിക്ക് കിട്ടിയിരുന്ന ബാൻഡ്, ലക്കി ബാൻഡ് അടിച്ച് മാറ്റുവാണെങ്കിൽ ശൈത്യക്ക് ഡ്രസ്സ് കിട്ടാണ്. പക്ഷേ ശൈത്യം എഫേർട്ട് ഇട്ടില്ല, എൻ്റെ ബാൻഡ് അവൾക്ക് ഈസി ആയിട്ട് എടുക്കാമായിരുന്നല്ലോ, അവൾ എന്തുകൊണ്ട് എടുത്തില്ല? അതുകൊണ്ട് ഞാൻ അവളെ നോമിനേറ്റ് ചെയ്തു. അതായത് ആ കൊച്ചി എടുക്കാത്തത് കൊണ്ട് നിനക്ക് നിൻ്റെ ഡ്രസ്സൊക്കെ കിട്ടി, നിനക്ക് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കാൻ പറ്റി, അതിൽ താങ്ക്ഫുൾ ആവുമല്ല. പക്ഷെ അവൾ എടുക്കാത്തത് കൊണ്ട് എനിക്ക് വിഷമമായിപ്പോയി, അതുകൊണ്ട് ഞാൻ അവളെ നോമിനേറ്റ് ചെയ്തു. വെറൈറ്റി ആയിട്ടുള്ള നോമിനേഷൻസ്.